ക്കെതിരെ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. ഗതാഗതം നിയന്ത്രിക്കുന്നത് എന്തോ പൗരാവകാശ ലംഘനമായി ചിലർ വ്യാഖ്യാനിക്കുന്നുവെന്നാണ് MV ജയരാജന്റെ വിമർശനം. കോടതിയുടെ ആ വ്യാഖ്യാനം തെറ്റാണ്. രാജ്യത്ത് സമരം നിരോധിച്ചിട്ടില്ലെന്നും ജനാധിപത്യ അവകാശങ്ങളുണ്ടെന്നും MV ജയരാജൻ പറഞ്ഞു. സമരമാണ് ഇവിടെ നടക്കുന്നത്. എനിക്കൊരു നോട്ടീസ് പോലീസ് നൽകിയിട്ടുണ്ടായി. പോലീസിനെ കൊണ്ട് അത് ചെയ്യിച്ചത് കോടതിയാണെന്നറിയാം. ജുഡീഷ്യറിയോടുള്ള ബഹുമാനമെല്ലാം നിലനിർത്തിക്കൊണ്ട് പറയട്ടെ, ഇവിടെ ഒരു ഹെഡ് പോസ്റ്റ് ഓഫീസ്, അതിന് മുമ്പിൽ 10,000 പങ്കെടുത്താൽ സ്വാഭാവികമായും ഈ റോഡ് ആകെ ജനങ്ങൾ അണിനിരന്നു കഴിയും. അപ്പോ ഇതുവഴിയുള്ള യാത്രക്ക് തടസ്സമുണ്ടാവും. യാത്രാ മാർഗങ്ങൾ വേറെയുണ്ട്, ഹെഡ് പോസ്റ്റ് ഓഫീസ് വേറെയില്ല. അപ്പൊ യാത്രാ മാർഗങ്ങൾ മറ്റിടങ്ങളിലേക്ക് ട്രാഫിക് നിയന്ത്രിച്ചുകൊണ്ട് ചെയ്യുക എന്ന നിലപാട് സ്വീകരിക്കുന്നത് എന്തോ പൗരാവകാശ ലംഘനമായിട്ട് ചിലർ വ്യാഖ്യാനിക്കുകയാണ്. ജുഡീഷ്യറിയുടെ ആ വ്യാഖ്യാനമാണ് തെറ്റ്. ജനങ്ങൾ എവിടെ നിൽക്കും? സമരം നിരോധിച്ചിട്ടില്ല. സംഘടിക്കാനും സമരം ചെയ്യാനുമുള്ള അവകാശം എല്ലാ മനുഷ്യന്റെയും അവകാശമാണ്. അത് മൗലികാവകാശത്തിൽ പെടുന്നതുമാണ്. അല്ലെങ്കിൽ ഒരു കോടതി ഉത്തരവ് ഇറക്കിയാൽ മതി. കടലിൽ ഖനനത്തിനുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ പുതിയ ഉത്തരവ്, നിയമ ഭേദഗതി, അത് റദ്ദാക്കിയാൽ മതി. ഈ സമരം വേണ്ട. MS അനീഷ് കുമാർ ചേരുന്നു വിവരങ്ങളുമായി. അനീഷ്, കോടതിക്കെതിരെയുള്ള വിമർശനം, ജഡ്ജിമാർക്കെതിരെയുള്ള വിമർശനം MV ജയരാജനെ സംബന്ധിച്ചിടത്തോളം പുതിയ കാര്യമേ അല്ല. വീണ്ടും ആവർത്തിക്കുന്നു. ആ തരത്തിലുള്ള ഒരു പരാമർശം അദ്ദേഹം വീണ്ടും നടത്തുന്നു എന്നാണോ വിലയിരുത്തേണ്ടത് ഇപ്പോൾ? തീർച്ചയായും നേരത്തെ തന്നെ കോടതിക്കെതിരെ വിമർശനം നടത്തി, അല്ലെങ്കിൽ ജഡ്ജിക്കെതിരെ വിമർശനം നടത്തി വലിയ വിവാദത്തിൽ ആയ ആളാണ് MV ജയരാജൻ. 2010 നടത്തിയെങ്കിൽ ഇപ്പോൾ 15 വർഷം കഴിയുമ്പോൾ വീണ്ടും ഇത്തരത്തിൽ തന്നെ കോടതിക്കെതിരെയാണ് അദ്ദേഹം രംഗത്തെത്തിയിരിക്കുന്നത്. ഗതാഗതം നിയന്ത്രിക്കുന്നത് ഏതോ പൗരാവകാശ ലംഘനമായി ചിലർ വ്യാഖ്യാനിക്കുന്നുവെന്ന് അദ്ദേഹം പറയുന്നു. സ്വാഭാവികമായും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടി അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആൾക്കൂട്ടം ഉണ്ടാവും. ആൾക്കൂട്ടം എണ്ണത്തിൽ വലുതാകുമ്പോൾ ആ വഴിയുള്ള ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം വരും. പക്ഷേ അതിനെ ഒരു പൗരാവകാശ ലംഘനമായി വ്യാഖ്യാനിക്കുന്നുവെന്ന് അദ്ദേഹം പറയുന്നു. കോടതിയുടെ ആ വ്യാഖ്യാനം തെറ്റാണ്. രാജ്യത്ത് സമരങ്ങൾ നിരോധിച്ചിട്ടില്ല. ജനാധിപത്യ അവകാശങ്ങൾ രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അത്തരത്തിലൊരു നിരോധനം ഉണ്ടെങ്കിൽ ആണ് ആളുകൾക്ക് വഴിയിലിറങ്ങി പ്രതിഷേധിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുക. പക്ഷെ മൗലികാവകാശങ്ങളിൽ തന്നെ പെടുന്നു. ഭരണഘടന ഉറപ്പുവരുത്തുന്നതാണ് പൗരന് പ്രതിഷേധിക്കാനുള്ള അവകാശം. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാവുമ്പോൾ വഴി തടയപ്പെടുക അല്ലെങ്കിൽ ഗതാഗതം തടസ്സപ്പെടുക സ്വാഭാവികമായ ഒരു പ്രതികരണമാണ്. അതിന് മറ്റു വഴികൾ തേടുകയാണ് വേണ്ടത്. മറിച്ച് അതൊരു പൗരാവകാശമായി ലംഘനമായി വിലയിരുത്തുന്നത് ശരിയല്ല എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. നേരത്തെ പാതയോരത്ത് പൊതുയോഗങ്ങൾ നിരോധിച്ചതുമായി ബന്ധപ്പെട്ട കോടതി ഉത്തരവിനെതിരെ അദ്ദേഹം പ്രതികരിക്കുകയും ചുംബൻ പ്രയോഗം നടത്തുകയും അദ്ദേഹം ജയിലിൽ കഴിയുമൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായതും നമ്മൾ കണ്ടു. പിന്നീട് ഈ ചുംബൻ പ്രയോഗത്തിന്റെ വ്യാഖ്യാനങ്ങൾ, അർത്ഥ വ്യതിയാനങ്ങൾ എന്നിവയൊക്കെ വളരെ വിശദമായി പൊതുസമൂഹം ചർച്ച ചെയ്യുകയും ചെയ്തതാണ്. എന്നാൽ അതേ വിഷയത്തിലുള്ള ഒരു വിമർശനമാണ് ഇപ്പോഴും ജയരാജൻ ഉന്നയിച്ചിരിക്കുന്നത്. അപർണ, വീണ്ടും കോടതിക്കെതിരെ MV ജയരാജന്റെ പരാമർശം പൗരാവകാശ ലംഘനമാണ് ഗതാഗതം നിയന്ത്രിക്കുന്നത് എന്നുള്ളത് കോടതിയുടെ തെറ്റായ വ്യാഖ്യാനമാണ് എന്നുകൂടിയാണ് MV ജയരാജൻ പറഞ്ഞിരിക്കുന്നത്. പൾസർ സുനിക്കെതിരെ പോലീസ് റിപ്പോർട്ട്. സുനി സ്ഥിരം കുറ്റവാളി. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടിയെ ആക്രമിച്ച കേസിൽ സുനിയുടെ ജാമ്യം റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെടും. കുറുപ്പംപടി പോലീസാണ് ക്രൈംബ്രാഞ്ചിന് റിപ്പോർട്ട് നൽകിയത്. പെരുമ്പാവൂരിൽ ഹോട്ടലിൽ അതിക്രമം നടത്തിയ കേസിന്റെ പശ്ചാത്തലത്തിലാണ് റിപ്പോർട്ട് നൽകിയത്. ഡാനി പോൾ ചേർന്നു. ഡാനി, നടിയെ ആക്രമിച്ച കേസിന്റെ വിചാരണയൊക്കെ ഈ നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള റിപ്പോർട്ട് അത് ഏത് സ്വാധീനമാണ് കേസിൽ ഉണ്ടാക്കുക?
അപർണ, ഇതിൽ കഴിഞ്ഞ ദിവസമാണ് ഇത് ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. അന്ന് രാത്രി തന്നെ പൾസർ സുനിയെ പോലീസ്, കുറുപ്പുംപടി പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. രായമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത്, പെരുമ്പാവൂരിന് സമീപമുള്ള രായമംഗലത്ത് ഹോട്ടലിൽ കയറുകയും അവിടെ ഭക്ഷണം ചോദിച്ചപ്പോൾ അതിൽ സമയം വൈകി ഭക്ഷണം ലഭിച്ചു എന്നതെല്ലാം പറഞ്ഞുകൊണ്ടാണ് അയാൾ അവിടെ ഹോട്ടൽ ജീവനക്കാരെ അവർക്ക് നേരെ വധഭീഷണി മുഴക്കുകയും അവിടെ ചില്ല് ഗ്ലാസ് എറിഞ്ഞുടക്കുകയും എല്ലാമുള്ള സംഭവം ഉണ്ടായത്. ഇതിനെ തുടർന്ന് ജീവനക്കാർ നൽകിയ പരാതിയാണ് ഈ രീതിയിലേക്ക് മാറിയിരിക്കുന്നത്. ഇതിന്റെ ഗുരുതരാവസ്ഥ എന്ന് പറയുന്നത് നമുക്കറിയാം, പൾസർ സുനിക്ക് ജാമ്യം ലഭിക്കുന്നത് സുപ്രീം കോടതിയിൽ നിന്നാണ് ലഭിക്കുന്നത്. കർശനമായ ജാമ്യ വ്യവസ്ഥകളടക്കം, ആൾജാമ്യവും മറ്റു വ്യവസ്ഥകളടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. മറ്റു കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടരുതെന്നടക്കമുള്ള പരാമർശങ്ങളടക്കം നടത്തിയിരുന്നു. ഇതിന്റെ ഉപാധികളോടുകൂടിയാണ് ഇയാൾക്ക് ജാമ്യം ലഭിക്കുകയും ചെയ്യുന്നത്. എന്നാൽ അത്തരം കാര്യങ്ങളുടെ ലംഘനമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് എന്നതാണ് പോലീസ് നിരീക്ഷിക്കുന്നത്. ഇതനുസരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ക്രൈംബ്രാഞ്ച് ഇതിന്റെ റിപ്പോർട്ട് തേടിയിരുന്നു. ക്രൈംബ്രാഞ്ചാണ് നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്, അന്വേഷണം അടക്കമുള്ള കാര്യങ്ങൾ. ഇക്കാര്യങ്ങളിൽ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് തേടുകയും കുറുപ്പുംപടി പോലീസ് ക്രൈംബ്രാഞ്ചിന് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. അതുമാത്രമല്ല, കോടനാട് പോലീസ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് തേടിയിരുന്നു. ഈ സ്റ്റേഷൻ പരിധിയിലാണ് പൾസർ സുനി താമസിക്കുന്നത്. അങ്ങനെ പോലീസ് സ്റ്റേഷനുകളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അന്വേഷണവും കാര്യങ്ങളും എല്ലാം തന്നെ നടക്കുന്നു. ക്രൈംബ്രാഞ്ച് ഈ റിപ്പോർട്ട് പ്രോസിക്യൂഷന്, നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രോസിക്യൂഷന് ഈ റിപ്പോർട്ട് കൈമാറുമെന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസിന്റെ റിപ്പോർട്ടിൽ ഗുരുതരമായ പരാമർശമുള്ളത് പൾസർ സുനി എന്ന് പറയുന്ന സുനിൽകുമാർ സ്ഥിരം ഒരു കുറ്റവാളിയാണ് എന്ന രീതിയിൽ തന്നെയാണ് പരാമർശമുള്ളത്. ഇക്കാര്യങ്ങൾ കോടതിയിൽ പ്രോസിക്യൂഷൻ വരും ദിവസം വിചാരണ കോടതിയിൽ റിപ്പോർട്ട് നൽകും. കഴിഞ്ഞ ദിവസം ഇന്നലെ ആയിരുന്നു ഈ വിചാരണയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയിൽ ഹാജരാകേണ്ട ഒരു ദിവസം കൂടിയായിരുന്നു സുനി ഇന്നലെ. എന്നാൽ അത് ഹാജരാകാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട് ഹാജരാകാൻ കഴിഞ്ഞില്ല എന്നത് സംബന്ധിച്ച് പോലീസ് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഇതിനകം തന്നെ മറ്റൊരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് കൊണ്ടാണ് ഹാജരാകാതിരിക്കുന്നത് എന്നത് സംബന്ധിച്ച റിപ്പോർട്ടും നൽകിയിട്ടുണ്ട്. ഇതെല്ലാം ഗുരുതരമായി ഈ ജാമ്യ വ്യവസ്ഥയെ ബാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വരും ദിവസം വിചാരണ കോടതിയിൽ പ്രോസിക്യൂഷൻ ഇത് അവതരിപ്പിക്കും. ഈ മറ്റൊരു കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി പ്രോസിക്യൂഷൻ അവതരിപ്പിക്കും. എന്തായാലും അത് ജാമ്യ വ്യവസ്ഥകളടക്കം ബാധിക്കാനുള്ള സാധ്യത വളരെ സജീവമാണ്. അപർണ, തീർച്ചയായിട്ടും ജാമ്യ വ്യവസ്ഥയെ പോലും ബാധിക്കാവുന്ന രീതിയിലേക്ക് കൂടിയാണ് പോലീസ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഇനി വീണ്ടും സെക്രട്ടേറിയറ്റ് പടിക്കൽ ആശാ വർക്കർമാരുടെ സമരം നടക്കുന്നു. സമരം നടത്തുന്ന ആശാമാർക്ക് അന്ത്യശാസനമാണ് സർക്കാർ നൽകിയിരിക്കുന്നത്. ആശമാർ ജോലിയിൽ തിരിച്ചു കയറണമെന്നാണ് ദേശീയ ആരോഗ്യ മിഷൻ സംസ്ഥാന ഡയറക്ടറുടെ നിർദ്ദേശം. ജോലിയിൽ പ്രവേശിക്കാത്തവർ പകരം സംവിധാനം ഏർപ്പെടുത്തണം. കാലതാമസം നേരിട്ടാൽ തൊട്ടടുത്ത വാർഡിലെ ആശാപ്രവർത്തകയ്ക്ക് അധിക ചുമതല നൽകണം. ജനങ്ങൾക്ക് സേവനം മുടക്കുന്നില്ലെന്ന് മെഡിക്കൽ ഓഫീസർമാർ ഉറപ്പാക്കണമെന്നുമാണ് NHM ഡയറക്ടറുടെ നിർദ്ദേശം. മലപ്പുറം ചുങ്കത്തറയിൽ അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്കിടെയും സംഘർഷം. UDF LDF തമ്മിലാണ് കയ്യാങ്കളി. LDF വിമത അംഗം നുസൈബയുടെ ദേഹത്ത് LDF അംഗങ്ങൾ ചാണകവെള്ളം തളിച്ചെന്ന് ആരോപിച്ച് UDF രംഗത്ത് വന്നു. CV അനുമോദ് ചേരുന്നു. അനുമോദ്, PV അൻവറിന്റെ പിന്തുണയോടുകൂടി നടത്തുന്ന നീക്കം ഭരണം തന്നെ നഷ്ടമാകുമോ എന്നുള്ളൊരു സാധ്യത, സ്വാഭാവികമായിട്ട് ഇതൊരു കയ്യാങ്കളിയിലേക്കൊക്കെ നീങ്ങുന്നു എന്നുള്ള വിവരങ്ങൾ നേരത്തെയും ഉണ്ടായിരുന്നു. ഇതെന്താണ് സംഭവിക്കുന്നത്? നാടകീയ നീക്കങ്ങളാണ് ചുങ്കത്തറയിൽ നടക്കുന്നത്.